ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 141. ബാബു മാ ജാ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി അബ്ദുൽ ഔസാൻ. ഈ ഉമ്മത്തിലെ ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കുമെന്നതിനെ സംബന്ധിച്ച് വന്ന അധ്യായം അത് തുടരുകയാണ്. അതിൻ്റെ ഷറഹ് ആയത്ത് അലം തറ ഇലൽ ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുമിനൂന ബിൽ ജിബ്തി വത്വാഗൂതി വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനൽ ലദീന ആമനൂ സബീല. സൂറത്തുൽ നിസാ 51-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം തുടരുകയാണ്. അലം തറ وقوله تعالى ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت എന്ന അല്ലാഹു തആലയുടെ വചനം. അലം തറ എന്ന് പറയുമ്പോൾ ഹാദാ ഇസ്തിഫ്ഹാമുൻ തഖ്രീരി ഐ ഖദ് റഅയ്ത വഅലിംത യാ മുഹമ്മദ്, താങ്കൾ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അതായത് താങ്കൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലേ ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി, അൽ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം നസീബ് നൽകപ്പെട്ടവരിലേക്ക്, അതായത് ഒരു വിഹിതം എന്ന് പറഞ്ഞാൽ ഐ ഹല്ലം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള വിഹിതം എന്ന് പറയുന്നത് ഫൻ നസീബു അൽ ഹദ്, നസീബ് എന്ന് പറഞ്ഞാൽ ഹദ് വിഹിതമാണ്. വൽ മുറാദ് ബിഹിം അൽ യഹൂദ്, ഇവിടെ യഹൂദികളാണ് ഉദ്ദേശം. പറഞ്ഞാൽ വേദഗ്രന്ഥത്തിൽ നിന്നും വിഹിതം നൽകപ്പെട്ടവർ, ഒരു വിഹിതം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞത് യഹൂദികളെ കുറിച്ച്. ലിയനല്ലാഹു അഅതാഹും അത്തൗറാത്ത് അല്ലദീ അൻസലഹാ അലാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ഇൻദില്ലാഹ്. മൂസാ അലൈഹി സ്വലാമക്ക് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് അവതരിപ്പിച്ച തൗറാത്ത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് യഹൂദികൾക്ക്. ഫഹുവ കിതാബുൻ അദീമുൻ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള മഹത്തായ ഒരു ഗ്രന്ഥമാണ്. അതാണ് വേദഗ്രന്ഥത്തിൽ നിന്നുള്ള വിഹിതം നൽകി എന്ന് പറഞ്ഞത്. വഹാദ മിൻ ബാബിൽ ഇൻകാരി അലൈഹിം, ഇത് അവർക്കെതിരെയുള്ള ആക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു പറഞ്ഞാണ്. ലിയനൽ മഫ്റൂദ അന്നല്ലദീ ഊതിയ നസീബൻ മിനൽ കിതാബ് വഅലിമൽ ഹഖ് യജിബു അലൈഹി അൻ യഅമല ബിഹി. കാരണം ഫറലാക്കപ്പെട്ട കാര്യം, നിർബന്ധമാക്കപ്പെട്ട കാര്യം എന്താണ്? വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു നസീബ്, ഒരു ഹദ്, ഒരു വിഹിതം നൽകപ്പെട്ട് സത്യം മനസ്സിലാക്കിയവർ അതനുസരിച്ച് അമൽ ചെയ്യണം, കർമ്മം ചെയ്യണം. ഫക്കൗനുഹും യുഖാലിഫൂനൽ ഹഖ, അപ്പോൾ അവർ സത്യത്തിനെതിരാകുക എന്നത്, സത്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നത് വഅൻദഹും അൽ കിതാബ്, അവർക്ക് വേദഗ്രന്ഥമുണ്ട്, അവരുടെ കൈക്കൽ വേദഗ്രന്ഥമുണ്ട് എന്നിരിക്കെ ഹാദാ ദലീലുൻ അലാ ഗൈലദി കുഫ്രിഹിം വഇനാദിഹിം, ഇത് അവരുടെ കുഫറിൻ്റെയും ധിക്കാരത്തിൻ്റെയും കാഠിന്യം ഗൈലദ് സൂചിപ്പിക്കുന്നതാണ്. യുഅ്മിനൂന ബിൽ ജിബ്തി, ജിബ്ത്ത് കൊണ്ട് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു ഈ യഹൂദികളെ കുറിച്ച്. യുസദ്ദിഖൂന ബിൽ ജിബ്തി, ജിബ്ത്ത് കൊണ്ട് സത്യപ്പെടുത്തുന്നവർ, ജിബ്ത്തിനെ സത്യപ്പെടുത്തുന്ന പറഞ്ഞാൽ വഹു അഷിർക്ക്, ജിബ്ത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. അവിൽ സിഹിർ അല്ലെങ്കിൽ സിഹിർ മാരണം ചെയ്യൽ, അവിൽ സാഹിർ മാരണം ചെയ്യുന്നവൻ, അവിൽ കാഹിൻ ജ്യോതിഷി, അല്ലെങ്കിൽ അവിൽ ഷെയ്ത്താൻ അല്ലെങ്കിൽ ഷെയ്ത്താൻ തന്നെ പിശാച്ച്, കുല്ലുകാരിക്ക് ഈസമ്മ ജിബ്തൻ, ഇതൊക്കെ ക്ഷുദ്രങ്ങൾ, ജിബ്ത്ത് എന്നറിയപ്പെടുന്നു. വത്താഗൂത്ത്, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഫിൽ ഭാഷയിൽ മഖ്ദൂം മിന തുഗ്യാൻ, അതിര് ലംഘിക്കൽ, തുഗ്യാൻ എന്ന പദത്തിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. മുജാവസത്തുൽ ഹദ്, അത് ഹദ് പരിധി ലംഘിക്കലാണ്. വൽ മുറാദ് ബിഹി ഹുന, ഇവിടെ ഉദ്ദേശം മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ, അനുസരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പിന്തുടരപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വിഷയത്തിൽ ഹദ് പരിധി ലംഘിക്കുക. ദാസൻ എങ്ങനെ? ഫീ ഗൈരി ത്വാഅത്തില്ല, അള്ളാഹുവിനുള്ള ത്വാഅത്ത് അല്ലാതെ. കുല്ലുഹു ത്വാഗൂത്ത്, അതൊക്കെ ത്വാഗൂത്താണ്. അപ്പോൾ അള്ളാഹുവിനെ അല്ലാതെ അനുസരിക്കുന്ന വിഷയത്തിൽ, മറ്റുള്ളവരെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്താണ് പരിധി ലംഘിക്കുമ്പോൾ അതെന്താകും? അവർക്കുള്ള ഇബാദത്തായി മാറും. അപ്പോൾ ത്വാഗൂത്തിനെ ഇബാദത്ത് ചെയ്തു എന്നാകും. മറ്റുള്ളവരെ അനുസരിക്കാൻ പാടില്ല എന്നല്ല, അത് അതിന് പരിധിയുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരെ അനുസരിക്കുക എന്ന് പറയുന്നത്. യഖൂലുൽ അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം, അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അത്തവാഗീതു കസീറുൻ, ത്വാഗൂത്തുകൾ ധാരാളമുണ്ട്. വറൂസുഹും ഖംസ, അതിൻ്റെ തല അല്ലെങ്കിൽ അതിൻ്റെ തലവന്മാർ, അവയിൽ ഏറ്റവും പ്രധാനം 5 ഇബ്ലീസ് ലഅനഹുല്ലാഹ്, ഒന്ന് ഇബ്ലീസ്, അവൻ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഒമൻ ഒബിദഹു റാദിൻ, അതേപോലെ രണ്ടാമത്തത് ഒരാൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെട്ടു. പറഞ്ഞാൽ അയാളെ ഇബാദത്ത് ചെയ്യുന്ന, അയാളെ ജനങ്ങൾ ആരാധിക്കുന്ന അയാൾക്ക് ഇഷ്ടമാണ് എങ്കിൽ അത് ത്വാഗൂത്താണ്.
ഒമൻ ദഅന്നാസി ഇലാ ഇബാദത്തി നഫ്സി, സ്വന്തത്തിനെ ആരാധിക്കണമെന്ന് ജനങ്ങളെ ക്ഷണിച്ച വ്യക്തി. ഞാൻ റബ്ബാണ്, അല്ലെങ്കിൽ എന്നെ ആരാധിക്കണം എന്ന് ജനങ്ങളെ അതിലേക്ക് ക്ഷണിച്ച വ്യക്തി. ഒമൻ ഇദ്ദഅ ശൈഅൻ മിൻ ഇൽമിൽ ഗൈബ്, ഇൽമുൽ ഗൈബിൽ നിന്ന് വല്ലതും തനിക്കറിയും എന്ന് വാദിക്കുന്നവൻ. ഒമൻ ഹകമ ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ. വയഖൂലൂൻ, അവർ പറയും, യഖൂലു ഹൗലാഇൽ യഹൂദു എന്നർത്ഥം, ഈ യഹൂദികൾ പറയും, ലില്ലദീന കഫറു, സത്യനിഷേധികളോട്, അതേ വഹും മുശ്രിക്കു ഖുറൈശി മുശ്രിക്കുകളോട് പറയും യഹൂദികൾ, ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനു സബീല, അതായത് ഈ കൂട്ടർ, അതായത് കുഫാർ ഖുറൈശി മുശ്രിക്കുകൾ, അഹ്ദാ മിനല്ലദീന ആമനു, സത്യവിശ്വാസികളെക്കാൾ നേരായ മാർഗത്തിലാണ്, വഴിയിലാണ്. അൽ കുഫാറു അഹ്ദാ മിനല്ലദീന ആമനു സബീല, ഈ മൻഹജുൽ കുഫാരി, കാഫിരിങ്ങളുടെ മുശ്രിക്കുകൾ, ഖുറൈശി മുശ്രിക്കുകളുടെ വഴി, മൻഹജ് എന്ന് പറയുന്നത്, അത് അഹ്ദാ മിൻ മൻഹജിൽ മുസ്ലിമീനൽ മുത്തബിഈന ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന മുത്തബിഈനാ മുത്തബിഈന എന്ന് പറയാം, മുസ്ലിങ്ങളുടെ മൻഹജിനേക്കാൾ കൂടുതൽ ഉത്തമമാണ്, അത് കൂടുതൽ ശരിയായ മാർഗത്തിലാണ് എന്ന്. വഹാദാ വഹും ഇൻദഹും അൽ കിതാബ്, ഇത് അവരുടെ വേദഗ്രന്ഥം ഉണ്ടായിരിക്കുകയാണ് അവർ ഈ കള്ളത്തരം പറഞ്ഞത്. വയഅരിഫൂനൽ ഹഖ്ഖ മിനൽ ബാത്തിൽ, അവർ വ്യാജത്തിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത്. വസബബു ദാലിക്, ഇതിൻ്റെ കാരണം എന്താ, അങ്ങനെ പറയാനുണ്ടായ കാരണം, അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഹാജറ ഇൽ മദീന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ, ബായഅഹുൽ അൻസ്വാറു മിനൽ ഔസ് വൽ ഖസ്റജ്, ഔസ് ഖസ്റജ് അൻസാരി, അവിടെ അൻസാരികളിലെ പ്രമുഖ ഗോത്രങ്ങൾ, മദീനയിലെ പ്രമുഖ ഗോത്രങ്ങളായിരുന്നു അവർ. ആദ്യം മുശ്രിക്ക് ഗോത്രങ്ങളായിരുന്നല്ലോ. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ച്, ഔസ് ഖസ്റജൊക്കെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ അൻസാറുകളാണല്ലോ, അൻസാറുകളായിട്ടുള്ള സ്വഹാബികളായി ഇസ്ലാം സ്വീകരിച്ച്, ആ അൻസാറുകൾ, ഔസ് ഖസ്റജിൽ നിന്ന് അൻസാറുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു, സഹകരണ പ്രതിജ്ഞ ചെയ്തപ്പോൾ വസ്വാറത്തിൽ മുസ്ലിമീൻ ദൗലത്തുൻ അളീമത്തുൻ ഫിൽ മദീന, മദീനയിൽ മുസ്ലിങ്ങൾക്ക് ഒരു മഹത്തായ സാമ്രാജ്യം ഉണ്ടായപ്പോൾ, യഹൂദുല്ലദീന കാനു ഫിൽ മദീനത്തി മിനൽ മുസ്ലിമീൻ, മദീനയിലുള്ള യഹൂദികൾ മുസ്ലിങ്ങളോട് അവർക്ക് കോപമായി. വസ്വാഖു ബിഹിം ദർഅൻ, അപ്പോൾ അവരോട് ഭയങ്കര ഈർഷ്യതയൊക്കെ തോന്നി. ഫഹബ കഅബ് ബിനുൽ അഷ്റഫ് വ ഹുയൈ ബിനു അഖ്തബ് ഇലൽ മുശ്രിക്കീന ഫി മക്കത്ത, അങ്ങനെ എന്ത് ചെയ്തു, യഹൂദികൾ, മദീനയിലെ യഹൂദികളിൽ നിന്നുള്ള കഅബ് ബിൻ അഷ്റഫ്, ഹുയൈ ബിനു അഖ്തബ് എന്നിവർ മക്കയിലെ മുശ്രിക്കീങ്ങളിലേക്ക് പോയി. യസ്തൻജിദൂനഹും അലാ ഖിതാലി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയും വധിക്കുന്നതിന് സഹായം തേടിക്കൊണ്ട്. ഫന്തഹതൽ മുശ്രികൂന അൽ ഫുർസത, അപ്പം മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ ഇതൊരു അവസരമായിട്ട് വിനിയോഗിച്ചു. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, അന്തും അഹ്ലുൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ്. താരിഫൂനൽ ഹഖ്ഖ മിനൽ ബാത്തിൽ, വ്യാജത്തിൽ നിന്ന് സത്യത്തെ വേർതിരിച്ചറിയുന്നവരാണ് നിങ്ങൾ. സത്യം അത് അല്ല, അസത്യം എന്ന് നിങ്ങൾക്കറിയാം. ബയ്യിനു ലനാ അനഹ്നു അഹ്ദാ അം മുഹമ്മദ്, ഞങ്ങൾക്ക് വിശദീകരിച്ചു തരൂ, മുഹമ്മദാണോ ഞങ്ങളാണോ കൂടുതൽ മാർഗദർശനം നേരായ മാർഗത്തിലുള്ളത്. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, ഒമാന്തു ഒമാ മുഹമ്മദ്, എന്താണ് നിങ്ങൾ, എന്താണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ നിലപാട് എന്താണ്? ഞാനീ ഉദ്ദേശിക്കുന്നത് ബയ്യിനു ലനാ സിഫത്തക്കും വസിഫത്ത മുഹമ്മദ്, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് മക്കാ മുശ്രിക്കുകളോട് യഹൂദികൾ പറയാണ്, മുഹമ്മദിൻ്റെ സിഫത്തും നിങ്ങളുടെ സിഫത്തും വിശേഷണവും അത് വിവരിച്ചു തരൂ. കാര്യം അവർ പറഞ്ഞു, മുഹമ്മദും സുംബൂറും മബുത്തൂറും, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വാലറ്റവനാണ്, ഒരു പാരമ്പര്യം ഇല്ലാത്തവനാണ്, വാലറ്റവനാണ്, അവന് പിന്മുറക്കാരൊന്നുമില്ല, സുംബൂറാണ്, മബുത്തൂറാണ് എന്നൊക്കെ പറഞ്ഞു. ഖത്തഅ അർഹാമന വസബ്ബ ആലിഹത്തന, ഞങ്ങളുമായി കുടുംബ ബന്ധങ്ങളൊക്കെ അവൻ വിച്ഛേദിച്ചു, അവൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഇലാഹുകളെ അവൻ ചീത്ത പറഞ്ഞു. വനഹനു നദ്ബഹുൽ ഖൗം, ഞങ്ങളാണ് ഹജ്ജാജിമാർക്ക് വേണ്ടിയിട്ട് ഒട്ടകങ്ങളെ കറക്കുന്നുണ്ട്. വനുതുഇമുൽ ഹജീജ, ഹാജിമാർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. വനസ്ഖി അൽ ഹജീജ, ഹാജിമാർക്ക് വെള്ളം നൽകുന്നുണ്ട്. ഇങ്ങനത്തെ പുണ്യപ്രവർത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. വ നഫുക്കുൽ ആനിയ, ഞങ്ങൾ ബന്ധികളെ മോചിപ്പിക്കുന്നുണ്ട്. വ നസുരുൽ അർഹാം, ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നുണ്ട്. യസിഫൂന അംഫുസഹും ബിഹാദിഹി സിഫാത്ത്, അവർ സ്വന്തമായിട്ട് തന്നെ അവരുടെ പറ്റി ഇത്തരം വിശേഷണങ്ങളൊക്കെ പറഞ്ഞു.
മുഹമ്മദുൻ ഖത്താ ഹാമന, മുഹമ്മദ് ആകട്ടെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിച്ചവനാണ്. വതബിഅഹു സുറാഖുൽ ഹജീജ് മിൻ ഗിഫാർ ഗോത്രത്തിലെ ഹാജിമാരെ കൊള്ളയടിക്കുന്ന സംഘങ്ങളൊക്കെയാണ് അവൻ്റെ കൂടെ കൂടിയിട്ടുള്ളത്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ആര്? യഹൂദികൾ പറഞ്ഞു, അൻതും ഖൈറുൻ വഹദാ സബീല, നിങ്ങളാണ് ഉത്തമരും കൂടുതൽ നിർമാർഗത്തിലുള്ളവരും, അതായത് മുഹമ്മദിനെയും കൂട്ടരെയും അപേക്ഷിച്ച് നിങ്ങളാണ് മെച്ചം എന്ന് പറഞ്ഞു. വഷാഹിദ് മിനൽ ആയത്തിൽ ബാബ്, ഈ അധ്യായത്തിലേക്ക് ഈ ആയത്തിൽ നിന്നുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് ഈ അധ്യായത്തിൻ്റെ പേരെന്താണ്? ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ ഒരു വിഭാഗം ബിംബാരാധന നടത്തുമെന്നാണ്. അപ്പോൾ അതിനുള്ള തെളിവ് ഈ ആയത്തിൽ എന്താണ്? അന്നഹു ഇദാ കാന ഫിൽ യഹൂദി മൻ യുഅ്മിനു ബിൽ ജിബ്തി വത്താഗൂത്ത്, യഹൂദികളിൽ ജിബ്തിലും താഗൂത്തിലും ക്ഷുദ്രങ്ങളിലും അള്ളാഹു അല്ലാത്ത എന്തൊക്കെ ശക്തികൾ ആരാധിക്കപ്പെടുന്നുണ്ടോ താഗൂത്തുകൾ, അതിലും അവർ വിശ്വസിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഫസയകൂനു ഫി ഹാദിഹിൽ ഉമ്മത്തി മൻ യഫ്അലു ദാലിക തശബ്ബുഹൻ ബിഹിം, അപ്പോൾ അവരോട് സദൃശമായിട്ട് ഈ ഉമ്മത്തിലും എന്തുണ്ടാവും? അതേപോലെ പ്രവർത്തിക്കുന്നു, ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നവർ ഉണ്ടാകും. ലിഅന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബറ അൻഹു സയകൂനു ഫി ഹാദിഹിൽ ഉമ്മത്തി മൻ യതശബ്ബഹു ബിൽ യഹൂദി വന്നസാറ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ യഹൂദി നസാറാക്കളുടെ സദൃശരായി തഷ്ബീഹ് ഉള്ളവരായിട്ട് ഉള്ള ആളുകൾ ഉണ്ടാകുമെന്ന്. അമീൻ ദാലിക, അതിൽപ്പെട്ടതാണ് തശബ്ബുഹു ബിഹിം ഫിൽ ഈമാനി ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുക എന്ന വിഷയത്തിൽ യഹൂദികളോട് സദൃശമായവർ ഈ ഉമ്മത്തിലും ഉണ്ടാവുക എന്നത്. കദാലിക യൂജദു ഫി ഹാദിഹിൽ ഉമ്മത്തി മൻ യുമജ്ജിദുൽ കുഫാർ, അപ്രകാരം തന്നെ കുഫാറുകളെ, സത്യനിഷേധികളെ തഅദീം ചെയ്യുന്ന, അവരെ മഹത്വപ്പെടുത്തുന്ന ചില ആളുകൾ ഈ ഉമ്മത്തിലുണ്ടാകും. വയന്തഖിസുൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്ക് ന്യൂനത പറയുന്നവരും, കമാ കാനൽ യഹൂദി യഖൂലുകൾ, പിന്നെ ഈ യഹൂദികൾ പറഞ്ഞിരുന്നത് പോലെ ഹാഉലാ യഹ്ദാ മിനല്ലദീന ആമനു സബീല എന്ന് അവർ പറഞ്ഞില്ല, അതുപോലെ ഫമിനൻ നാസി മൻ യസ്നി യൗമ അലാ ദൗലിൽ കുഫ്രി വൽ ഇൽഹാദ്, ഇക്കാലഘട്ടത്തിൽ അങ്ങനെ ചില ആൾക്കാരുണ്ട്, എന്ത്? കുഫറിൻ്റെ, നിരീശ്വരവാദികളുടെ, സത്യനിഷേധികളുടെ സാമ്രാജ്യങ്ങളെ പുകഴ്ത്തുന്നവർ. വയസിഫുഹും ബി സിഫാത്തിൽ കമാലി വൽ ആദമ, മഹത്വത്തിൻ്റെയും പൂർണ്ണതയുടെയും വിശേഷണങ്ങൾ അവർക്ക് നൽകുന്നവർ. വയതനഖസുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് ന്യൂനത പറയുന്നവർ. വയസിഫുഹും ബി തഅഖൂരി വറജഇയ്യത്തി, പിന്നോക്കാവസ്ഥയും പിന്നെ ഒക്കെ മുസ്ലിങ്ങൾക്ക് വിശേഷണം പറയുന്ന, പൗരാണികതയ്ക്ക് മുസ്ലിങ്ങൾക്ക് വിശേഷണം പറയുന്നവർ. ഇലാഖിരിഹിം ഫഹാദാ ഷൈഉൻ മൗജൂദ്, ഇത് കാണപ്പെടുന്ന കാര്യമാണ്. ഫദല്ലാല, അപ്പോൾ അത് തെളിയിക്കുന്നു അന്ന ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് യഖഅ ഫിഹാ, ഈ ഉമ്മത്തിൽ സംഭവിക്കും ആ വഖഅ ഫിൽ യഹൂദി, യഹൂദികൾ സംഭവിച്ചത് മിനൽ ഈമാൻ ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കാറുണ്ട്. വമിന ശിർക്ക് ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ ഷിർക്ക് ചെയ്യുകയാണ്. വകുല്ലു മാ വഖഅ ഫിൽ യഹൂദി ഔ ഫിൻ നസാറ, അപ്പോൾ യഹൂദികളിലും നസാറാക്കളിലും സംഭവിച്ച കാര്യങ്ങൾ ഫഇന്നഹു സയഖഉ ഫി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിശ്ചയം അത് സംഭവിക്കും പിന്നീട് എന്നർത്ഥം. മിൻ ബഅദി അഫ്റാദിഹ, അതിലുള്ള ചില വ്യക്തികളിൽ നിന്ന്, ഔ തവായിഫിഹ, അല്ലെങ്കിൽ അതിലുള്ള ചില വിഭാഗങ്ങൾ ഈ ഉമ്മത്തിലെ, യഫ്അലുഹു തശബ്ബുഹൻ ബിഹിം, യഹൂദി നസാറാക്കളുടെ സദൃശമായിട്ട് അത് പ്രവർത്തിക്കുന്നവർ. ഫഹാഹിയൽ ഔരിഹത്ത്, ദാ ഇവിടെ എന്ത്? ഔരിഹത്ത്, ദർഗകളുണ്ടല്ലോ. വൽ ബിനാല ഖുബൂർ, ഖബറുകൾക്ക് മേൽ എടുപ്പുകൾ എടുക്കൽ. തവാഫ് ബിഹ, ഖബറുകളെ തവാഫ് പ്രദർശനം ചെയ്യൽ, ഭീമ പള്ളിയിലൊക്കെ പോയൊക്കെ കാണാം. ഇഖാമത്തുൽ മവാലിദ്, മൗലിദുകൾ കൊണ്ടാടൽ. വൽ ഇസ്തിഗാസത്തു ബിൽ അംവാത്ത്, മരിച്ചുപോയവരോട് തേടൽ, സഹായം തേടൽ. മരിച്ചുപോയ മൊഹീദ്ദീൻ ശൈഖിനോടൊക്കെ എന്താണ് ചെയ്യുന്നത്? നരകമോചനം വരെ തേടുകയാണ്. കുത്തുബിയത്തിലൊക്കെ മരിച്ചുപോയ മൊഹീദ്ദീൻ ശൈഖിനോട് ഹിദായത്ത് തേടുകയാണ്. വദ്ദബുഹു വന്നദറു ലഹും മൗജൂദ്, അതേപോലെ ഈ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അറവ് നടത്തുക, അവർക്ക് വേണ്ടിയിട്ട് പിന്നെ നെദർ നേർച്ചയാക്കുക, അതൊക്കെ കമാ കാന ഫിൽ യഹൂദ്, യഹൂദികളുണ്ടായിരുന്ന പോലെ. വഹാദ ഷാഹിദു മിനൽ ആയത്തിൽ തർജമ, ഇതാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് തർജമക്ക് ആയത്തിൽ നിന്നുള്ള ഷാഹിദ് അലി തെളിവ്. വഖൗലുഹു തആല ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ് من لعنه الله وغضب عليه وجعل منهم القردة والخنازير وعبد الطاغوت. وقوله تعالى, അല്ലാഹു തആലയുടെ വചനം ഷറഹ് തുടരുകയാണ്. ഈ പറഞ്ഞ വചനം, അതായത് ഖുൽ, നബിയെ പറയുക, ഹൽ ഉനബ്ബിഉകും, നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെ, ബിശർരിൻ മിൻ ദാലിക, അതിനേക്കാൾ തിന്മയായ കാര്യം, മസൂബത്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ ദോഷകരമായിട്ടുള്ള കാര്യം. മൻ ലഅനഹുല്ലാഹു, അള്ളാഹു
ഒരു കൂട്ടരെ ശപിച്ചിരിക്കുന്നു. അലിബാലിഹി അവൻ്റെ മേൽ അല്ലെങ്കിൽ അവരുടെ മേൽ അള്ളാഹു കോപിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് എന്നർത്ഥം. ജഅല മിൻഹും അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ആക്കിയിരിക്കുന്നു അൽ ഖിറദത കുരങ്ങനെ, ഖനാസിറ പന്നികളെയും, ഖിൻസീർ എന്നതിന് ജമാണ് പന്നി ഖനാസിർ. വഅബദ ത്വാഗൂത്ത് ത്വാഗൂത്തിനെ അള്ളാഹു അല്ലാത്തതിനെ അവർ ഇബാദത്ത് ചെയ്യുക ആരാധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ത്വാഗൂത്തിനെ ആരാധിച്ചു എന്നതാണ് ഇന്നത്തെ വിഷയം ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. وقال تعالى الله تعالى قوله تعالى الله تعالى പറഞ്ഞു قال الذين غلبوا على امرهم لنتخذن عليهم مسجدا. തങ്ങളുടെ കാര്യത്തിൽ അതിജയിച്ചവർ പറഞ്ഞു തങ്ങളുടെ മേൽ ഞങ്ങൾ അവരുടെ മേൽ, അതായത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ മേൽ തീർച്ചയായും ഒരു മസ്ജിദ് നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്ന്. ഇപ്പോൾ ഷറഹിൽ പറയുന്നത്, ഇതിൽ ആദ്യം പറഞ്ഞ ആയത്ത് ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബത എന്ന് പറഞ്ഞല്ലോ. ആ ആയത്തിൻ്റെ തുടർച്ചയായിട്ട് തമാമിലായ പറയുന്നത് ഉലൈക ശർറും മകാനൻ, അക്കൂട്ടർ ആണ് ഏറ്റവും ചീത്തയായവർ. അതായത് അങ്ങനെയുള്ളവരാണ് ഏറ്റവും ചീത്തയായ സ്ഥാനത്ത് മക്കാനിൽ ഉള്ളവർ എന്ന്. അവല്ലു കൂടുതൽ വഴിപിഴച്ചവർ അൻ സവാഇ സബീൽ, ശരിയായ ചൊവ്വായ മാർഗത്തിൽ നിന്ന്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ അള്ളാഹു ശപിച്ചിട്ടുള്ള, അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായിട്ടുള്ള, അള്ളാഹു ആരിൽ നിന്നാണോ ആരെയാണോ കുരങ്ങന്മാരും പന്നികളുമാക്കി മാറ്റിയത് അത്തരക്കാരായ ആളുകളാണ് കൂടുതൽ ഷർറിൻ്റെ ആളുകൾ എന്ന്. ഈ പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ? ഹാദിഹിൽ ആയത്തു ഫി റദ്ദി അലല്ലദീന യസ്ഖറൂന മിനൽ മുസ്ലിമീന വമിൻ ദീനിഹിം മിനൽ യഹൂദി വന്നസാറ വൽ വസനിയീൻ. യഹൂദികൾ, നസാറാക്കൾ, വസനികൾ, ബിംബാരാധകർ, ഈ ഭാഗങ്ങളിൽ നിന്ന് ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിങ്ങളെയും ഇസ്ലാം ദീനിനെയും പരിഹസിച്ചു. അതിനുള്ള റദ്ദ്, ഖണ്ഡനം, മറുപടിയായിട്ടാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. ബിശർരിൻ മിൻ ദാലിക എന്ന് പറഞ്ഞാൽ അല്ലദീ സഅംതും ഫീന, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഷർറിൻ്റെ ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് അതിനേക്കാൾ ഷർറാണ് എന്ന്, നിങ്ങളീ വാദിക്കുന്നതിനേക്കാൾ. മൻ ലഅനഹുല്ലാഹു, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു അക്കൂട്ടർ. ഐ ത്വറദഹു വഅബഅദഹു മിൻ റഹ്മതിഹി ബിസബബി കുഫ്രി, അവരുടെ കുഫർ അതിൻ്റെ കാരണമായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യത്തെ തൊട്ടും ആട്ടിയോടിക്കപ്പെട്ടവർ, ദൂരത്താക്കിയവർ എന്ന്. വഹുവ അന്തും അയ്യുഹൽ യഹൂദു വൻ നസാറ, അവർ ആരാണ്? നിങ്ങളാണ് യഹൂദികളെ നസാറാക്കളെ എന്ന്. തൃപ്തി എന്നതിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതമാണ് ഗളബ്, ദേഷ്യം, കോപം. ഫല്ലാഹു ജല്ല വഅല യർദാ അൻ ഇബാദിഹിൽ മുഅ്മിനീന, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ സംബന്ധിച്ച്, അവൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ സംബന്ധിച്ച് തൃപ്തിപ്പെടുന്നു. വയഗ്ളബു അനിൽ കാഫിരീൻ, സത്യനിഷേധികളെ സംബന്ധിച്ച് അല്ലാഹു കോപിക്കുന്നു. വഗളബുഹു ലാ യഖൂമു ലഹു ഷൈഉൻ വൽമഗ്ളൂബു അലൈഹിം ഹുമുല്ലദീന ഇൻദഹും ഇൽമുൻ വലം യഅമലു ബിഹി ലിഅന്നഹും അസൗല്ലാഹ അലാ ബസീറ. ഇനി അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം, വഗളബുഹു ലാ യഖൂമു ലഹു ഷൈഉൻ, അള്ളാഹുവിൻ്റെ കോപത്തെ ഡിഫെൻഡ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ ആർക്കും സാധിക്കില്ല. കോപിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് അവരാരാണ്? അവരുടെ കയ്യിൽ അറിവുണ്ട്, അവർക്ക് വ്യക്തമായിട്ട് അറിവുണ്ട്, സത്യം എന്നതാണെന്ന് അറിയാം. വലം യഅമലൂബി, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല, കർമ്മം ചെയ്യുന്നില്ല. അവർ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. അലാ ബസീറത്തിന്, ഉൾക്കാഴ്ചയോടെ, അതായത് ബോധ്യമുണ്ട്, വ്യക്തമായ ബോധ്യം, സത്യം എന്നതാണെന്ന് അറിയായിട്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ്. വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസീർ, അവരിൽ നിന്ന്, ആ കൂട്ടരിൽ നിന്ന് അള്ളാഹു കുരങ്ങുകളെയും പന്നികളെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മസഹഹും ഖിറദതൻ വ ഖനാസീർ ബിസബബി കുഫ്രിഹിം, അവരുടെ ഇസ്രായേലിൽ കഴിഞ്ഞു പോയതാണ്, അവരുടെ കുഫർ കാരണമായിട്ട് അവരെ അള്ളാഹു പന്നികളും ഖിറദത്ത് കുരങ്ങന്മാരുമാക്കി മാറ്റിയെന്ന്. വശാഹിദ് ഫി ഖൗലിഹി, ഇതിൽ ഉള്ള ഷാഹിദ്, സാക്ഷ്യം ഈ അധ്യായവുമായി ബന്ധപ്പെട്ടത് വഅബദ ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ അവർ ആരാധിച്ചു. ഇതല്ലാതെ അറിയിക്കുന്നു അല അന്ന ഫി അഹ്ലിൽ കിതാബ് മൻ യഅബുദു കുല്ല ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ ആരാധിക്കുന്നവർ അഹ്ലി കിതാബുകാരുടെ, വേദം നൽകപ്പെട്ടവരുടെ, അതായത് ഇഞ്ചീലിൻ്റെയും സബൂറിൻ്റെയും ആളുകളാണ് എന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഫലാ ബുദ്ദ അൻ യകൂന ഫി ഹാദിഹിൽ ഉമ്മത്തി മൻ യതശബ്ബഹു ബിഹിം വയഅബുദു ത്വാഗൂത്ത്. അപ്പോൾ പിന്നെ
ഈ ഉമ്മത്തിലും, അതായത് മുസ്ലിം ഉമ്മത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിലും ഈ യഹൂദി നസാറാക്കളിൽ ത്വാഗൂത്തിനെ ആരാധിച്ചവരുണ്ടായിരുന്നത് പോലെ ഇക്കൂട്ടത്തിലും അങ്ങനെ ഉണ്ടാകും എന്നത് സ്ഥിരപ്പെട്ടതാണ്, അത് അനിവാര്യമാണ് എന്നത്. ഫൽ ആയത്തുൽ ഊലാ ഫിഹ. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് അതിലുണ്ട് അന്നഹും യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത്. അപ്പോൾ ആദ്യം പറഞ്ഞ ആയത്തുണ്ടല്ലോ നേരത്തെ തെർസൽ, ജിബ്ത്തിലും ത്വാഗൂത്തിലും അവർ വിശ്വസിക്കുന്നവരാന്ന് പറഞ്ഞു. ജിബ്ത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ര കാര്യങ്ങളൊക്കെ, ത്വാഗൂത്ത് അല്ലാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അത്. വഹാദിഹിൽ ആയത്ത് ഫിഹ. അപ്പോൾ അതിലുണ്ട്, ഈ ആയത്തിലുണ്ട് അന്ന ഫിഹിം മൻ അബദ ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ ഇബാദത്ത് ചെയ്തവർ അഹ്ലി കിതാബുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് ഈ ആയത്തിലും വന്നിട്ടുണ്ട്. ഫലാബുദ്ദായി യകൂന മിൻ ഹാദിഹിൽ ഉമ്മത്തി മൻ യതശബ്ബഹു ബിഹിം ഫി ദാലിക. അപ്പോൾ അവരോട് സദൃശമാകുന്ന കൂട്ടർ ഈ ഉമ്മത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലും സമൂഹത്തിലും ഉണ്ടാകും, സമുദായത്തിലും ഉണ്ടാകുമെന്ന്. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖദന്ന അലൈഹിം മസ്ജിദ. അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ആരാണ് അവർ? ഹാദാ ഫീ ഖിസ്സത്തി അസ്ഹാബുൽ കഹ്ഫ്. ഇത് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. വദാലിക അന്ന ജമാഅത്തു മിനൽ ഫിത്യാനി ഫി സമാനിൽ ഖദീമി ആമനു ബില്ലാഹ്. അക്കാലത്ത്, പണ്ട് കാലത്ത് യുവാക്കളായിട്ട് ഒരു കൂട്ടം, ഒരു സംഘം ആളുകൾ അള്ളാഹു വിശ്വസിച്ചു. വങ്കറു അലാമ അലൈഹി അഹ്ലു ബലദിഹിം മിനശ്ശിർക്കി ബില്ലാഹ്. ആ നാട്ടുകാർ, അവരുടെ നാട്ടുകാർ ചെയ്തിരുന്ന ഷിർക്കിൽ നിന്ന്, അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നതിൽ നിന്ന് അവർ അതിനെ നിരാകരിച്ചു, അതിനെ അവർ റിജക്റ്റ് ചെയ്തു, അത് പൂർണ്ണമായിട്ടും അവരെ തള്ളിക്കളഞ്ഞു. അത് കാരണം അവർക്ക് അവിടെ നിക്കക്കള്ളില്ലാതായി. അങ്ങനെ അവർ അഭയം എന്ന നിലക്ക് ഒരു ഗുഹയിൽ അഭയം തേടി. അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി കുറേ കാലം. അങ്ങനെ അവർ ഉറക്കമുണർന്ന സമയത്ത് സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അവരോട് ശത്രുതകൾ ആളുകളൊന്നുമില്ല. അവർ അവിടെ എത്രയോ കാലം അവിടെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അങ്ങനെ അവർ അധികം താമസിയാതെ അവിടെ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പം പറഞ്ഞു, എന്ത് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവരുടെ പേരിൽ നമുക്കൊരു പള്ളി പണിയാം, മസ്ജിദ് പണിയാമെന്ന് അവരിൽ ചില ആളുകൾ പറഞ്ഞു, ആ നാട്ടുകാർ. ഫലമ്മ മാതു, അങ്ങനെ അവർ മരിച്ചപ്പോൾ ബനാ ഖൗമുഹും, അവരുടെ ആൾക്കാർ സ്ഥാപിച്ചു അലൈഹിം, അവർക്ക് മേൽ മസ്ജിദൻ, ഒരു മസ്ജിദ്. അത് ഇസ്ലാമിക വിരുദ്ധാണ്. ലി അജ്ലി തബറുക്ക് ബിഹിം, അവർ സ്വാലിഹ്യങ്ങളായ ആളുകളാണല്ലോ എന്ന നിലക്ക്, നല്ല മനുഷ്യന്മാരായിരുന്നല്ലോ എന്ന നിലക്ക് അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ട്, ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യം അല്ല എന്നതാണ്. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖദന്ന അലൈഹിം മസ്ജിദ. അപ്പോൾ അവരുടെ കാര്യത്തിൽ അതിജയിച്ചവർ പറഞ്ഞു, ഇവർക്ക് മേൽ നമുക്കൊരു മസ്ജിദ് പണിയാം. അപ്പോൾ ഖാലു ഹൗലാഇ റിജാലുൻ സ്വാലിഹൂൻ, അവരെന്താ പറഞ്ഞത്? ഇവരെ നല്ല മനുഷ്യന്മാരായിരുന്നു. ഫീഹിം ബറക്കത്തുൻ, അവരിൽ ബറക്കത്തുണ്ട്. ഫീഹിം ഖൈറുൻ, അവരിൽ നന്മയുണ്ട്. നബിനി അലൈഹിം മസ്ജിദൻ, നമുക്ക് അവരുടെ മേലൊരു മസ്ജിദ് പണിയാം. മിൻ അജ്ലി തബറുക്കി ബിഹിം, അവരുടെ ബറക്കത്തെടുക്കാൻ വേണ്ടിയിട്ട്. വസ്സലാത്തി ഇൻദഹിം, എന്തഹും അവരുടെ അടുത്ത് വെച്ച് നിസ്കരിക്കാൻ. ദ്വാ ഇൻദഹും, അവരുടെ അടുത്ത് വെച്ച് ദ്വാ ചെയ്യാൻ. ലിഅന്നഹും മിൻ ഔലിയാഇല്ല, അവർ കാരണം എന്താണ്? അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്, അടുത്തവരാണ് അള്ളാഹുവിനോട്. വനഫദു ദാലിക ബിഖുവത്തി സുൽത്തത്തി ലാ ബിഖുവത്തിൽ ഹുജ്ജത്തി. അപ്പോൾ അവർ പ്രമാണം അനുസരിച്ച്, ഹുജ്ജത്ത് അനുസരിച്ചല്ല അത് സംസാരിച്ചത്, അവർ അധികാര സ്വരത്തിലാണ് പറഞ്ഞത്. ലിഅന്നഹും ഗലബു അലാ അംരിഹിം, കാരണം അവരുടെ കാര്യത്തിൽ അതിജയിച്ചവരായിരുന്നു അവർ. വലിയ പ്രമാണികൾ, സ്വാധീനമുള്ളവർ, സമൂഹത്തിൽ സ്വാധീനമുള്ളവരായിരുന്നു. അപ്പം മറ്റുള്ളവർക്ക് എതിർക്കാൻ പറ്റാത്ത കോലത്തിൽ ഐ തമക്കനു മിൻ തംഫീദി മാ അറാദു ബിഖുവത്തിഹിം, അവരുടെ ശക്തി ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ചിട്ട് അവരെന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നതാണ്. ഫഷാഹിദു മിനൽ ആയ, ഈ ആയത്തിൽ നിന്നുള്ള സാക്ഷ്യം, ഈ അധ്യായമായിട്ട്, അന്നഹു കാന ഫി അവ്വലിൽ ഖലീഫത്തി മൻ യബ്നി അൽ മസാജിദ് അൽ ഖുബൂരി. അന്നഹു കാന ഫി അവ്വലിൽ ഖലീഖത്തി മൻ യബ്നി അൽ മസാജിദ് അൽ ഖുബൂർ, ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ, ആരാധനാ കേന്ദ്രങ്ങൾ പണിയാന്നുള്ളത് മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഫലാ ബുദ്ദ അൻ യകൂന ഫി ഹാദിഹിൽ ഉമ്മത്തി മൻ യബ്നി അൽ മസാജിദ് അൽ ഖുബൂർ. അപ്പോൾ ഈ ഉമ്മത്തിലും സ്വാലിഹ്യങ്ങളുടെ ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയുന്ന ഒരു സംഘം, കുറേ ആളുകൾ ഉണ്ടാകും എന്ന കാര്യം അത് അനിവാര്യമാണ്. തശബ്ബുഹം ബിഹിം, അതായത് മുമ്പ് ചെയ്ത ശിർക്കൻ പ്രവൃത്തി ചെയ്ത ആ ഉമ്മത്തുകളോട് തശ്ബീഹ്, സദൃശമായിട്ട്. വഖദ് വഖാഹദ, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഉജിദ ഫി ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ കാണപ്പെടുന്നു മൻ യബ്നി മസാജിദ് അൽ ഖുബൂർ, ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയുന്നവർ. ഫദല്ല അലാ വുഖൂഇ ശിർക്കി ഫി ഹാദിഹിൽ ഉമ്മ, അപ്പോൾ ഈ ഉമ്മത്തിൽ അത് ഷിർക്ക് സംഭവിക്കുന്നു എന്നതിന് അത് തെളിയിക്കുന്നു. കമാ വഖഅ ഫിൽ ഉമ്മമി സാബിഖ, മുൻ ഉമ്മത്തുകളിൽ അഹ്ലു കിതാബുകാരിലൊക്കെ സംഭവിച്ചിട്ടുള്ളതുപോലെ. അൻ തുരീഖി തശബ്ബുഹി വൽ മുഹാക്കാത്ത്, തശബ്ബുഹ്, സദൃശം എന്ന നിലക്ക്, അവരോട് സദൃശമായി അവരോട് പിന്തുടരുക എന്ന നിലക്ക്.